ഇന്ന് ഞാൻ എണീറ്റ് വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ നിത്യസന്ദർശകൻ ഭയങ്കര മൂഡ് ഓഫ്. പുള്ളിയുടെ കയ്യിൽ കൂടിയെല്ലാം ചോര ഒലിക്കുന്നു. എടുത്തു പിടിച്ച് നോക്കുമ്പോഴാണ്ടേ ആ വിരലിൻ്റെ അറ്റത്തുനിന്ന് എന്തോ ചില്ലിലെങ്ങോട്ടോ പോയി ചവിട്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരു അത്യാവശ്യം നല്ലൊരു മുറിവ്. അതിനകത്ത് മുറിവ് കാണാനൊന്നും ഇല്ലായിരുന്നെങ്കിലും പുള്ളിക്കാരൻ്റെ നല്ല വേദന ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി ഹോസ്പിറ്റലിൽ പോയി അവന് മരുന്ന് വാങ്ങിച്ചു. ഡോക്ടർ പറഞ്ഞു അത് കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. ഞാൻ കെട്ടിവെക്കാനുള്ള ശ്രമത്തിലാണ്. കെട്ടിവെച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴുണ്ട് പുള്ളി അത് വളരെ മാന്യമായിട്ട് അഴിച്ചു കളഞ്ഞു. പിന്നെ അമ്മയും പപ്പയും പറഞ്ഞത് പ്രകാരം കുക്കുവിന് അടങ്ങിയിരിക്കുന്നൊരു സ്വഭാവം വയ്യെങ്കിലും ശരി, എന്നൊക്കെ സംഭവിച്ചാലും ശരി, അവന് അടങ്ങിയിരിക്കുന്നൊരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് മരുന്ന് തൂത്ത് വിട്ടാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തി. ഇതാണ് കെട്ടുന്ന സീൻ. കെട്ടിക്കഴിഞ്ഞ് 2 സെക്കൻഡ് കൊണ്ട്, കെട്ടാൻ എത്ര നേരം എടുത്തെന്നറിയാം, എന്നാൽ 2 സെക്കൻഡ് കൊണ്ട് പുള്ളി ഈ പരിപാടിയെല്ലാം നിർത്തിവെച്ച് അവനത് അഴിച്ചു കളഞ്ഞു. പിന്നെ രണ്ടാമത്തെ ശ്രമമാണ് മരുന്ന് തേച്ച് വിടാനായിട്ടുള്ളത്. മരുന്ന് തേച്ച് വിട്ടത് മുഴുവൻ പുള്ളി നക്കുമായിരുന്നു. പിന്നെ കുറേ നേരം പപ്പ അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് കുറച്ചെങ്ങാണ്ട് മരുന്ന് പറ്റുകയൊക്കെ ചെയ്തു. എന്തായാലും കൊള്ളാം, ആളിപ്പോൾ നല്ല ഉഷാറായിട്ട് നടപ്പുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കൈക്ക്. ഇന്ന് നന്നായി തീർത്ത് കുറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുക്കുവിൻ്റെ ഓരോ പരിപാടികൾ. ചില്ലിൽ കൊണ്ട് ചവിട്ടിയതാണെന്ന് തോന്നുന്നു. എന്താണെന്ന് കാര്യമായിട്ട് സംഭവിച്ചാൽ എന്നാന്ന് അറിയത്തില്ല. എന്തായാലും ഇത് വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മരുന്നെല്ലാം തൂത്ത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുസൃതിയുള്ള പിള്ളേരൊക്കെയാണോ നിങ്ങളുടെ വീട്ടിലും? ഇതുങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ കൊഞ്ചിക്കാനും കൂടെ കൊണ്ടുനടക്കാനൊക്കെ ശരിക്കും അറിയത്തുള്ളൂ. ഇങ്ങനെ കെട്ടി സൂക്ഷ്മമായിട്ടെല്ലാം കെട്ടിവെച്ചൊക്കെ കൊടുത്തു. അവനത് ഒറ്റക്കടിക്ക് അഴിച്ചു കളഞ്ഞു. പിന്നെ ഇന്നലെ ഒപ്പിച്ച ഒരു പരിപാടിയാണേ, റബ്ബറിൻ്റെ ഒരു മാറ്റുണ്ടായിരുന്നു. അത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് 2 കഷ്ണമായിട്ട് വീട്ടിലിട്ടുണ്ട്. എന്ത് ചെയ്താൽ നന്നാകുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് വഴക്ക് പറയാനും തല്ലാനും ഒന്നും തോന്നത്തില്ല. ആ ഉരുണ്ട കണ്ണും അവൻ്റെ കറുത്ത മുഖം കൊണ്ട് നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പം വഴക്ക് പറഞ്ഞാൽ സങ്കടം വരും. ഞങ്ങളാരും തന്നെ അവനെ വഴക്ക് പറയാറില്ല. അതിൻ്റേതായ എല്ലാവിധ വഷള സ്വഭാവവും പുള്ളിക്കുണ്ട്. അടിക്കാനെങ്ങാനും ചുമ്മാ ഒന്ന് കൈ ഓങ്ങിയാലുണ്ടല്ലോ നമ്മുടെ നേരെ കമ്മും. അതാണ് കക്ഷിയുടെ ഒരു സ്വഭാവം. എന്തായാലും ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കുക്കുവിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും അവന് നല്ല കുറവുണ്ട് കേട്ടോ. ഞാൻ പിടിവിടാതെ അവനെ പിടിച്ച് നിർത്തി തന്നെ ഇതൊന്ന് കെട്ടിക്കൊടുക്കാനായിട്ടൊക്കെയുള്ള എൻ്റെ പാഴ്ശ്രമമാണ് നിങ്ങൾ കാണുന്നത്. പപ്പ കുറച്ച് നേരം കഴിഞ്ഞ് മടുത്ത് ഇട്ടിട്ട് പോയി. ഇവൻ നന്നായിട്ട് മാന്തുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം. അപ്പോൾ താങ്ക് യു.